നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ചില സംഘർഷങ്ങൾ നേരിടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അവിടെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ, പരസ്പരം മത്സരിക്കുക, കൂടാതെ പലതിലും ഒരു വ്യക്തത ഇല്ലാത്തൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അതുമൂലം ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ നിരാശ, അസ്വസ്ഥത, ദേഷ്യം ഇവയൊക്കെ ഉണ്ടാവുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സും ചിന്തകളും വ്യത്യസ്ത ദിശകളിലൂടെയായിരിക്കാം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ നിയന്ത്രിക്കുക. അതായത് ശാന്തമായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷമയോടെ കാര്യങ്ങൾ നോക്കിക്കാണുക. കൂടാതെ നിങ്ങൾ പരസ്പരം കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ പഠനം, ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനുള്ള നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്നൊരു ഫലം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ക്ഷമയില്ലാതെ എടുത്തു ചാടി വേഗത്തിൽ മുന്നോട്ട് പോവാതെ അവിടെ ശാന്തമായിട്ട് ക്ഷമയോടെ പടിപടിയായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ അവിടെ വലിയൊരു വിജയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് കാണുന്നത്, നിങ്ങളെന്ന വ്യക്തി ഒന്നിലും തിരക്ക് കൂട്ടാത്ത ഒരു ആളാണെന്നാണ്. അതായത് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു സാവകാശമുണ്ട്, ഒരു ക്ഷമയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും സത്യസന്ധവും ഉറച്ചതുമായിരിക്കും എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തെയും വളരെ ഗൗരവത്തോടെ നിങ്ങൾ നോക്കിക്കാണാറുണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നതിന് മുൻപായിട്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് നിരീക്ഷിച്ച് നിങ്ങൾ പഠിക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഇത്തരം എനർജിയിലുള്ള ആളുകളാണെന്നാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ ആശങ്കയിലിരിക്കുന്ന, ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നിങ്ങളിൽ നിന്നും പലരും മറച്ചു പിടിച്ചിരിക്കുന്ന ചില സത്യങ്ങൾ അത് മറവിൽ നിന്നും പുറത്തേക്ക് ഉടനെ തന്നെ വരും എന്നുള്ളതാണ്. അതായത് സത്യം വിജയിക്കാനായിട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ലാത്ത, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഭാഗ്യസമയം തുടങ്ങുകയാണ്. പലതിലും പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട്. സ്റ്റക്കായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും, അതായത് നിശ്ചലമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും പതുക്കെ നീങ്ങാനായിട്ട് തുടങ്ങുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വന്നു ചേരുന്ന മാറ്റങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങളിലുള്ള ഭയത്തെയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പ്രപഞ്ചത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത പോസിറ്റീവായിട്ടുള്ള വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന്. ഒരുപക്ഷെ പല വിധത്തിലുള്ള മാനസിക വിഷമങ്ങൾ മൂലം നിങ്ങൾ തനിച്ചാണ്
ഈ ഒരു സങ്കടത്തിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ട് ആരും തന്നെ ഇല്ല എന്ന ഒരു തോന്നൽ നിങ്ങളിൽ പല ആളുകളിലും നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രപഞ്ചം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക എന്ന്. അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബമായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആളുകളാവാം. അപ്പോൾ അവരോട് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഫീലിങ്സും എല്ലാം പങ്കുവെക്കുക എന്നുള്ളതാണ്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളും സഹായം വാങ്ങാനായിട്ട് മടിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൂടാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംരംഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിജയം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നേരിടുന്നത് എന്ത് പ്രതികൂല സാഹചര്യങ്ങളായാലും അത് പിന്നീട് നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതായത് അങ്ങനെ സംഭവിച്ചത് നന്നായി എന്നുള്ള ഒരു തോന്നൽ പിന്നീട് നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, പ്രതീക്ഷകളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മാനസികാവസ്ഥയിലായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സമയം വന്ന് ചേരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.